പ്രൈസ് ദ ലോർഡ്. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഫേസ്ബുക്ക് പേജിലൂടെ ദൈവ വചനവുമായി അനുഗ്രഹീതമായ സായാഹ്നത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവമൊരുക്കിയ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ദൈവവചനം ഭൂമിയുടെ അറ്റത്തോളവും എത്തിക്കുക എന്ന അനുഗ്രഹീതമായ ദർശനത്തിനു വേണ്ടി നവമാധ്യമ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകളിൽ വ്യാപൃതനായിരിക്കുന്ന അനുഗ്രഹീതനും അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിനും ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ്, തന്നോടൊപ്പം സഹകരിക്കുന്ന മറ്റ് ഇതര ദൈവഭൃത്യന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ സായാഹ്നത്തിൽ കർത്താവിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ ചില മിനിറ്റുകൾ ദൈവവചന കേൾവിക്കാൻ നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മരണത്തെ ജയിച്ച ക്രിസ്തു എന്ന അനുഗ്രഹീതമായ വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ചില ചിന്തകൾ അതിന് ബോധബലകമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ ലൈവ് സന്ദേശം അവസാനിപ്പിക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. സുവിശേഷങ്ങൾ അതിൻ്റെ അവസാനത്തെ പേജുകൾ വായിക്കുമ്പോൾ റോമൻ ഗവൺമെന്റിനാൽ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തു അടിയേറ്റവനായി, മുറിവേറ്റവനായി, ആപാദചൂഡം രക്തം ഒഴുകി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വികൃതനായി അവൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാലുപോലെ അടിച്ചു കീറിയതുകൊണ്ടും അവൻ്റെ മുഖത്ത് പടയാളികൾ മുഷ്ടി ചുരുട്ടി ഇടിച്ചതുകൊണ്ടും അവൻ്റെ മുഖത്തെ താടിരോമങ്ങൾ പറിച്ചെടുത്തതുകൊണ്ടുമൊക്കെ വളരെ വേദന സഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനു വേണ്ടി സ്വയം
തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിന്റെ അത്യന്തം ദയനീയമായ കാഴ്ചയെന്ന് മാനുഷികമായി നമുക്ക് തോന്നിയാലും പിതാവായ ദൈവത്തിൻ്റെ പരമ പദ്ധതിയുടെ ഭാഗമായി ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യ വംശത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനും വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ റോമൻ ഗവൺമെന്റും അതിനുപരി യഹൂദന്മാരും ചിന്തിച്ചു, വിചാരിച്ചു, ക്രൂശ് മരണം കൊണ്ട് ക്രിസ്തു അവസാനിച്ചു. ക്രിസ്തുവിന്റെ പുറകെ നടന്ന ശിഷ്യന്മാരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം, അവരുടെ ഭാവി ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് അവസാനിച്ചു. ഇനി ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ അനുകാരികൾക്കും അനുഗാമികൾക്കും ഭാവിയില്ല. ലംബവും തിരച്ചീനവുമായി നിർത്തിയിരിക്കുന്ന ആ പച്ച പൈന്മരക്കുരിശിൽ കിടന്നുകൊണ്ട് യേശു സ്വന്തം തോളിൽ തലചായ്ച്ച്, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ റോമൻ ഗവൺമെന്റും യഹൂദന്മാരും മറ്റിതര ആളുകളും വിചാരിച്ചു, തീർന്നു, എല്ലാം അവസാനിച്ചു. 3.5 വർഷത്തെ തീപ്പൊരി ശുശ്രൂഷ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത ക്രിസ്തുവിന്റെ ചരിത്രം, മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ഭാവി ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവന്റെ ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നോക്കി നിൽക്കുമ്പോൾ ഈ ലൈവ് സന്ദേശത്തിലൂടെ എന്നെ ദൈവദാസന്മാരോട്, ദൈവജനത്തോട് വളരെ അഭിമാനത്തോടെ, ആവേശത്തോടെ ഞാൻ കൈമാറുന്നു. യഹൂദന്മാർ കൈകൊട്ടിച്ചിരിക്കുമ്പോൾ, റോമൻ ഗവൺമെന്റ് ക്രിസ്തുവിന്റെ ഭാവി ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ, പൈശാചിക സാമ്രാജ്യം ഇളകി മറിയുകയായിരുന്നു. സാത്താനും തന്റെ അനുചരന്മാരും ഭയപ്പെട്ട് വിറളി പിടിച്ചോടുകയായിരുന്നു. കാര്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം സാത്താന്റെ പരാജയമായിരുന്നു. ക്രൂശിൽ സാത്താനെ ക്രിസ്തു തന്റെ മരണത്താൽ നിരായുധനാക്കുകയായിരുന്നു. അവന്റെ ആയുധത്തെ ക്രിസ്തു പിടിച്ചെടുത്ത് അവനെ ആയുധവർഗം വെപ്പിച്ച് അവന്റെ മേൽ ജയം പ്രഖ്യാപിക്കുകയായിരുന്നു. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചതൊരു പരാജയമാണ്. അഭിനവ പ്രസംഗകരിൽ പലരും ചിലരും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമാണെന്ന് പ്രസംഗിക്കുമ്പോൾ, ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ അഭിമാനത്തോടെ, ആവേശത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം പരാജയമല്ല, അത് വിശ്വസിക്കുന്ന നമ്മുടെ ജയമാണ്.
യേശു ക്രൂശിൽ മരിക്കാതിരുന്നെങ്കിൽ, യേശുവിന്റെ ക്രൂശ് മരണം ചരിത്രത്തിൽ സംഭവിക്കാതിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ടാകയില്ലായിരുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ക്രൂശ് മരണം പരാജയമാണെന്ന് പഠിപ്പിക്കുന്ന കൾട്ടുകളെ, നവീന ഉപദേശങ്ങളെ, വചനവിരുദ്ധതയെ, സുവിശേഷത്തിന് എതിരായിട്ടുള്ള കുപ്രചരണങ്ങളെ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനതിനെ എതിർക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ശക്തമായി വചനവിരുദ്ധമാണെന്നും അത് തെറ്റായ ഉപദേശമാണെന്നും സ്ഥാപിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മുടെ ജയമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഏതൊക്കെയോ ജീവിതങ്ങൾക്കകത്ത്, ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത്, ഏതൊക്കെയോ വ്യക്തികളുടെ ആത്മീക തലങ്ങൾക്കകത്ത് ഈ ക്രിസ്തു വെളിപ്പാടിലേക്ക് കയറാൻ കഴിയാതെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കയറി വരുന്ന വിവിധ കൾട്ടുകളിൽ ആകൃഷ്ടരായി ക്രിസ്തുവിന്റെ ഈ വെളിപ്പാട് പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന, വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, ആത്മീക അഭിവൃദ്ധിക്ക്, വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് വിരോധമായി കയറി വരുന്ന സകല വചനവിരുദ്ധതകളെയും ഈ ലൈവ് സന്ദേശത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ തരണം ചെയ്യുവാൻ കരുത്തുള്ളവരായി മാറേണ്ടതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മരണത്തെ ജയിച്ച ക്രിസ്തു ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ എന്നേക്കുമായി തന്റെ മരണത്താൽ കീഴ്പ്പെടുത്തുകയായിരുന്നു. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ വിടുവിക്കുകയായിരുന്നു. യേശുവിന്റെ ക്രൂശു മരണത്തിൽ നടന്ന 2 വിടുതലുകൾ, 2 ജയങ്ങൾ. ഒന്ന്, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ പരാജയം. 2, മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മുടെ ജയം. ഈ 2 ജയങ്ങൾ, ഈ 2 വിടുതലുകൾ കാൽവറി ക്രൂശിൽ നടക്കുകയായിരുന്നു. സാത്താനെ പരാജയപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച നമുക്ക് ജയം ലഭിക്കുകയായിരുന്നു. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മീക ജീവിതത്തിൽ ജയിക്കാൻ കഴിയാതെ പരാജയത്തിന്റെ ചരിത്രവുമായി ഈ ലൈവ് സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആ ക്രിസ്തു യേശുവിൽ വെളിപ്പെട്ട ജയത്തിന്റെ കൈമാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരാജയത്തിന്റെ ചരിത്രം പേര് നടക്കുന്ന, തോൽവിയുടെ ചരിത്രം പേര് നടക്കുന്ന, വിശ്വാസ ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക്, വിശ്വാസ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക്, വിശ്വാസ ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് കയറാൻ കഴിയാതിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിങ്ങളുടെ ജയം ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവകരം ചില കുടുംബങ്ങളെ തൊടുന്നു, ദൈവകരം ചില വ്യക്തികളെ തൊടുന്നു, ദൈവകരം തകർന്ന ചില ഹൃദയങ്ങളെ ഇപ്പോൾ അസാധാരണമായ ജയത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വെളിപ്പാടിലേക്ക് ഞാൻ കയറി വരട്ടെ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് വാട്സപ്പ് ഈ ഫേസ്ബുക്ക് പേജിലൂടെ, ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ലൈവ് സന്ദേശം കേൾക്കുന്ന വ്യക്തികൾ അവതരണത്തോട് പ്രതികരിക്കുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം പരാജയമാണെന്ന്, തോൽവിയാണെന്ന് പ്രസംഗിച്ചു നടക്കുന്ന അഭിനവ കൾട്ട്
പ്രസംഗകരുടെ നിരയിൽ നിൽക്കാതെ ദൈവ വചനം സത്യസന്ധമായി തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം സാത്താന്റെ പരാജയമായിരുന്നെങ്കിൽ വിശ്വസിക്കുന്ന എന്റെ ജയമായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശുമരണമെന്ന് വിശ്വസിച്ച വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത് ആത്മനിറവിൽ ഒരു പുത്തൻ അഭിഷേകത്തോടെ ഈ അടുത്ത തലങ്ങളിലേക്ക് കയറാൻ പരിശുദ്ധാത്മാവ് വ്യക്തികളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ക്രൂശുമരണം സാത്താന്റെ പരാജയമായിരുന്നു, പാപത്തിന്റെ പരാജയമായിരുന്നു, ശാപത്തിന്റെ പരാജയമായിരുന്നു, ഇരുളിന്റെ പരാജയമായിരുന്നു. നരകത്തിന്റെ വിറകുകൊള്ളികളായി, പാപത്തിന്റെ ദാസന്മാരായി, ഇരുളിന്റെ മക്കളായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, പാപത്തിന്റെ ആസക്തികളിൽ, ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ തപ്പിത്തടഞ്ഞ് രക്ഷപ്പെടാൻ പഴുതുകളില്ലാതിരുന്ന മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ പിതാവായ ദൈവം തന്റെ പുത്രനായ ദൈവമാരായി മാറ്റുമ്പോൾ സാത്താൻ പരാജയപ്പെടുകയും നാം ജയാളികളായി മാറുകയുമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം നമ്മുടെ ജയമാണെന്ന് തിരിച്ചറിയുക മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം മുഖാന്തരം വിശ്വസിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരും അറിവുള്ളവരും ആകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ ബോധമുള്ളവരും അറിവുള്ളവരുമാകണം. നമ്മൾ അതിൽ ആ വിഷയത്തിൽ അറിവില്ലാത്തവരാകരുത്. എങ്കിൽ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നമുക്ക് ലഭിച്ച ആത്മീക അനുഗ്രഹങ്ങൾ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ, അത് വിശദീകരണ വിധേയം ആണെങ്കിലും സമയത്തിന്റെ പരിമിതികളുള്ളതുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം ജസ്റ്റിഫിക്കേഷനാണ്. എന്താ ജസ്റ്റിഫിക്കേഷൻ? എന്താ നീതീകരണം? പാപിയായ എന്നെ, ശിക്ഷയ്ക്ക് യോഗ്യനായ എന്നെ, എന്റെ മേലുള്ള മുഴുവൻ കുറ്റങ്ങളും മുഴുവൻ പാപങ്ങളും ഇളച്ചു നൽകി എന്ന് പറഞ്ഞാൽ, ഞാൻ പാപിയാണ്, ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്, ഞാൻ തെറ്റുകാരനാണ്. പക്ഷേ എന്റെ മേലുള്ള മുഴുവൻ പാപങ്ങളെയും കുറ്റങ്ങളെയും ഇളച്ചു നൽകി എന്ന് പറഞ്ഞാൽ, അതിനെ എന്റെ മേലുള്ള പാപത്തിന്റെ, എന്റെ മേലുള്ള ശാപത്തിന്റെ, എന്റെ മേലുള്ള അതിക്രമങ്ങളുടെ ആ ഭയത്തെ എന്നെടുത്തു മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കുകയായിരുന്നു. എന്നെ നീതിമാനായി പ്രഖ്യാപിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു നീതിമാൻ ദൈവം മാത്രമാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും നീതിമാന്മാരല്ല. നമ്മൾ നീതി ചെയ്തതുകൊണ്ടോ നമ്മുടെ നീതിപ്രവർത്തികൾ കണ്ടിട്ടോ അല്ല. വചനം പറയുന്നു, മനുഷ്യന്റെ നീതിപ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവൻ നമ്മുടെ മേലുള്ള കുറ്റങ്ങളെ എഴുതിത്തള്ളുകയായിരുന്നു. എന്നിട്ട് കുറ്റവാളിയായ എന്നെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. പ്രിയരെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ തന്റെ രക്തത്താൽ അവൻ നീതീകരിക്കുന്നു. യേശുവിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മുടെ ശാപങ്ങളെ നമ്മിൽ നിന്ന് മാറ്റുവാനും നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുവാനും കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം, യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മീക വിടുതലുകൾ വിശ്വാസത്താൽ സ്വയത്തമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. യേശു തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ജസ്റ്റിഫിക്കേഷനാണ്. രണ്ടാമത്തെ അനുഗ്രഹം സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. അവൻ നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ജസ്റ്റിഫിക്കേഷൻ. മോചനമുണ്ട്, ശാപത്തിൽ നിന്നുള്ള വിടുതലുണ്ട്, അതിക്രമങ്ങളുടെ മോചനമുണ്ട്. എല്ലാം ഈ നീതീകരണത്തിനകത്ത് നടക്കുന്നു. അവൻ നമ്മളെ നീതീകരിച്ചു. നീതീകരണം പ്രാപിച്ച നമ്മിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രക്രിയയാണ് സാങ്ക്ടിഫിക്കേഷൻ, അഥവാ നമ്മുടെ ശുദ്ധീകരണം. ഇപ്പോൾ ക്രിസ്തു നമുക്കു വേണ്ടി പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് പക്ഷവാദം ചെയ്യുന്നു. എന്താ പക്ഷവാദം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ പക്ഷവാദം ചെയ്യുന്നത്? അവൻ നമ്മുടെ ബലഹീനതകൾക്ക് തൂണ നിൽക്കുവാൻ കഴിയാത്തവനല്ല. നമുക്കു വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പുത്രനായ ക്രിസ്തു പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ശുദ്ധീകരണം സാധ്യമാവുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്ന നാം. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. നല്ല ഫലം കായ്ക്കുമെന്ന് കാത്തിരുന്നു, പക്ഷെ കായ്ച്ചപ്പോൾ ലഭിച്ചത് ആകാത്ത ഫലം. ഉടനെ പിതാവായ ദൈവം പറഞ്ഞു, വെട്ടിക്കളയുക, വെട്ടിക്കളഞ്ഞേക്ക്. അപ്പോൾ പുത്രൻ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ. പ്രിയരെ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുറകിലേക്ക് പോയിട്ടും ഇന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും വിടുതലുകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും വാഗ്ദത്തങ്ങളും അനുഭവിച്ചിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ
നല്ല ഫലം കായ്ക്കുമെന്ന് കാത്തിരുന്നിട്ടും ആകാത്ത ഫലം കായ്ച്ചവരായി ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഇടർച്ച വരുത്തുന്നവരായി നമ്മൾ മാറിയിട്ടും ഇന്നും വീഴാതെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഭരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം എത്രമാത്രം ഭയങ്കരമാണെന്ന് നമ്മൾ അറിയാതെ പോകരുത്. നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ നമ്മുടെ കയ്യിലെ കാശ് കൊണ്ടോ നാൾ സ്വാധീനം കൊണ്ടോ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടോ പ്രസ്ബിറ്ററിയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടോ കൗൺസിലിൽ അംഗമായത് കൊണ്ടൊന്നുമല്ല പുത്രൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉണ്ട്. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, അവൻ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാം ഇന്ന് ഈ ലൈവ് സന്ദേശം കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ അവരെ തന്നെ സ്വയം ശോധന ചെയ്യേണ്ടതിന് ഈ വചനം ക്രിയാത്മകമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. പലപ്പോഴും നമുക്ക് കർത്താവിന് വേണ്ടി നല്ല ഫലം കായ്ക്കാൻ കഴിയുന്നുണ്ടോ? ദൈവരാജ്യത്തിനു വേണ്ടി ഏറ്റവും നന്നായി പ്രയോജനപ്പെടാൻ കഴിയുന്നുണ്ടോ? പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കൺവെൻഷൻ നടത്തുന്നുണ്ടാകാം, ക്രിസ്തീയ പ്രോഗ്രാമുകളിൽ നമ്മൾ വളരെ ഉത്സുകരായിരിക്കാം, ദൈവനാമത്തിനു വേണ്ടി ക്യാഷ് ചെലവാക്കുന്നവരായിരിക്കാം. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായി സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുമ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ ഒരു മടങ്ങി വരവിന് പരിശുദ്ധാത്മാവ് ലൈവ് സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ശക്തമായി ഈ വചനത്തിലൂടെ നിർബന്ധിക്കുകയാണ്. കൊരിന്ത് സഭയ്ക്ക് പറ്റിയ പരാജയം അതായിരുന്നു. അവർ കൃപാവരങ്ങളിൽ ഒട്ടും കുറവില്ലാത്ത സഭയായിരുന്നു. എത്ര കൃപാവരങ്ങളുണ്ടോ അത്രയും കൃപാവരങ്ങളും ഒരുമിച്ച് ഒരുപോലെ ഓപ്പറേറ്റ് ആയ ചർച്ചയായിരുന്നു കൊരിന്ത് സഭ. പ്രവാചകന്മാരുള്ള സഭ, കൃപാവര പ്രാപ്തന്മാർ ഉണ്ടായിരുന്ന സഭ, വിവേചനവരം, അന്യഭാഷാവരം, പിന്നെ വിശ്വാസത്തിന്റെ വരം, വീര്യപ്രവൃത്തികളുടെ വരം, എല്ലാ കൃപാവരങ്ങളും അവർക്കുണ്ടായിരുന്നു. നിലനിൽക്കുമ്പോഴും ഭിന്നതയുടെ ആത്മാവ്, കലഹത്തിന്റെ ആത്മാവ്, പാർഷ്വാലിറ്റി, മുഖപക്ഷത്തിന്റെ ആത്മാവ് അവരറിഞ്ഞോ അറിയാതെയോ അവർക്കിടയിൽ പ്രബലപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവരോട് പൗലോസ് പറഞ്ഞേ, മലകളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസമുള്ളവരോട് പ്രവാചകന്മാരുടെയും വെളിപ്പാട് പറയുന്നവരുടെയും അന്യഭാഷാ ഭാഷണം പ്രാപിച്ചവരുടെയും വീര്യപ്രവർത്തികളുടെ വരമുള്ളവരുടെയും മുൻപിൽ പൗലോസ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കുന്നവരായിരിക്കാം, നിങ്ങൾക്ക് പ്രവചനവരമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വെളിപ്പാടുണ്ടായിരിക്കാം, നിങ്ങൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ടാകാം, വലിയ ഉണർവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം, മലകളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വരമുണ്ടെങ്കിലും വരമുള്ള സഭയോട് പറയുന്നു, നിങ്ങളിൽ ഫലമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരമുണ്ട്, ഫലമില്ല.
ഫലമില്ലാത്ത വരം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? വരവും ഫലവും ഒരുപോലെ നമ്മിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, ജനം വിടുവിക്കപ്പെടുന്നത്, സഭ വളരുന്നത്, ദൈവരാജ്യം വളരുന്നത്. ഒരു ശുദ്ധീകരണത്തിനു വേണ്ടി, ഒരു യഥാസ്ഥാനത്തിനു വേണ്ടി, ഒരു മടങ്ങി വരവിനു വേണ്ടി, ഒരു ക്രമീകരണത്തിനു വേണ്ടി, ഒരു സമർപ്പണത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശു ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് സന്നിഹിതനായി ഇരിക്കുന്നു. അവൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശുദ്ധീകരണം സാധ്യമായിക്കൊണ്ടിരിക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശ മരണത്തിൽ വിശ്വസിക്കുന്നവരുടെ ഗ്ലോറിഫിക്കേഷനാണ്. ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. അതെപ്പോൾ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഇവകൾ ഒന്നുമില്ലാതെ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിർമ്മല കന്യകയായ സഭയെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഒരുക്കം പൂർത്തിയാകുമ്പോൾ, കർത്താവിന്റെ സമയമാകുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ, മധ്യാകാശത്തിൽ സഭ ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ, നമ്മുടെ തേജസ്കരണം സാധ്യമാവുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ആകത്തുക, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം പരാജയമാണെന്ന് പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന അഭിനവ കൾട്ട് പ്രസംഗകരുടെ വചനവിരുദ്ധതയെ ദൈവജനം തിരിച്ചറിയണം. യേശുവിന്റെ ക്രൂശ് മരണം സാധ്യമാകാതിരുന്നെങ്കിൽ നീതീകരണം സംഭവിക്കുകയില്ലായിരുന്നു, ശുദ്ധീകരണം സാധ്യമാവുകയില്ല, ഒടുവിൽ തേജസ്കരണവും പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണം വിശ്വസിക്കുന്ന നമ്മുടെ ജയമാണ്. ക്രൂശിൽ വെളിപ്പെട്ട ദൈവകൃപയുടെ വ്യാപാരം വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ യേശു രണ്ട് കുറ്റവാളികളുടെ നടുവിൽ, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ, മൂന്നാണികളിൽ ക്രൂശിതനാകുമ്പോൾ ഒടുവിൽ അവൻ പ്രാണനെ സ്വന്തം തോളിൽ തലചായ്ച്ച് പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, അനന്തരം അരിമത്തിയായിലെ ജോസഫ് വന്ന് തനിക്കു വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന, പാറയിൽ വെട്ടിയിരുന്ന പുതിയ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെക്കുമ്പോൾ യഹൂദന്മാർ പറഞ്ഞു തീർന്നു, റോമൻ ഗവൺമെന്റ് പറഞ്ഞു തീർന്നു. പിശാച് കൈകൊട്ടി ചിരിച്ചു. എന്നാൽ മൂന്നാം ദിവസം യേശുവിന്റെ കല്ലറയ്ക്കൽ കാത്തുനിന്ന സോൾജിയേഴ്സിനോ, യേശുവിന്റെ കല്ലറവാതിക്കൽ വെച്ചിരുന്ന സ്റ്റോണിനോ, ആ സ്റ്റോണിന്റെ മുകളിൽ പതിപ്പിച്ചിരുന്ന സീലിനോ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ തടയാൻ, എഴുന്നേൽപ്പിനെ തടയാൻ കഴിഞ്ഞില്ല. യേശു ഉയർക്കാതിരിക്കാൻ, യേശു പുറത്തു വരാതിരിക്കാൻ മൂന്ന് സംവിധാനങ്ങൾ, മൂന്ന് മേഖലകൾ ഒരുപോലെ ശക്തമായി പ്രതിരോധം തീർത്തു. ഒന്ന് സ്റ്റോൺ, രണ്ട് സീൽ, മൂന്ന് സോൾജിയേഴ്സ്. കല്ല്, കല്ലറവാതിക്കൽ. ആ കല്ലിന്റെ മുകളിൽ മുദ്ര, റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര. അതും പോരാഞ്ഞ് റോമൻ പടയാളികൾ, കല്ലറവാതിക്കൽ. ഈ മൂന്ന് പ്രതിബന്ധങ്ങളെയും
പൊട്ടിച്ചുകൊണ്ട് മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിനെയാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ടത്. 7 പൊൻനില വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായി അഗ്നിജോലയ്ക്കൊത്ത കണ്ണുള്ളവനായി വെള്ളോടിന് സദൃശമായ പാദമുള്ളവനായി ഇരുവായ്ത്തലയുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ജയാളിയായി പത്മോസ് ദ്വീപിൽ ഇറങ്ങി നിൽക്കുന്ന തേജസ്കരിക്കപ്പെട്ട മഹത്വ സമ്പൂർണനായ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ യേശു യോഹന്നാന്റെ തോളത്ത് വെച്ചിട്ട് പറയുന്നൊരു പദമുണ്ട്. യോഹന്നാനെ, ഭയപ്പെടണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ലോക ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറ, അത് യേശുവിന്റെ കല്ലറയാണ്. നിരവധി കല്ലറകൾ ചരിത്രത്തിലുണ്ടെങ്കിലും ലോക ചരിത്രത്തിന്റെ ഭൂപടം ചോര കൊണ്ട് മാറ്റിവരച്ച പരാജിതനായ ചിത്രകാരനെന്ന് വിശേഷിപ്പിക്കുന്ന ജർമ്മൻ ഫ്യൂറർ നാസികളുടെ പടത്തലവനായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ കല്ലറ ചരിത്രത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കല്ലറ ചരിത്രത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പടമൊരുതിയ മഹാത്മാ ഗാന്ധിയുടെ കല്ലറ ഡൽഹിയിലെ രാജ്ഘട്ടിൽ അടഞ്ഞു കിടക്കുമ്പോൾ, മുതലാളിത്വത്തിന്റെ മൂലധനം മനുഷ്യാധ്വാനമാണെന്ന സിദ്ധാന്തം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് വിപ്ലവ ആശയങ്ങൾക്ക് തീപിടിപ്പിച്ച കാരൽ മാക്സിന്റെ കല്ലറ ലണ്ടനിലെ ഹൈഗേറ്റ്സിൽ അടഞ്ഞു കിടക്കുമ്പോൾ, തമിഴ് മക്കളുടെ ആവേശമായ അണ്ണാദുരൈയുടെ കല്ലറ ചെന്നൈയിലെ മെറീന ബീച്ചിൽ അടഞ്ഞു കിടക്കുമ്പോൾ, ലോകം പൂവിട്ട് പൂജിക്കുന്ന വിപ്ലവ വീര ഇതിഹാസ പുരുഷന്മാരുടെ കല്ലറകൾ അതത് പട്ടണങ്ങളിൽ അതത് രാജ്യങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ, പാലസ്തീനിൽ ഒരു കല്ലറയുണ്ട്. ആ കല്ലറയുടെ വാതിക്കൽ ഒരു എഴുത്തുണ്ട്, ഹീസ് നോട്ട് ഹിയർ, ഹി ഹാസ് റൈസ് ആൻഡ് ഫ്രെയിം ദി ഡെഡ്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ ആരാധ്യൻ. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നമ്മുടെ പാപവിമോചകൻ, അവനാണ് നമ്മുടെ ആത്മമണവാളൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഈ ഗ്ലോബിലെ 850 കോടിയിൽ പരം ജനങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന നാമം. ആ നാമം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ആ നാമം പറയുമ്പോൾ പാതാളം ഇളകിമറിയുന്നു. ആ നാമം പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ആ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ആ നാമത്തെ പ്രസംഗിക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടുന്നു. ആ നാമം യേശു എന്ന നാമമാണ്. ഈ ലൈവ് സന്ദേശത്തിലൂടെ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന നിലയിൽ നമുക്ക് പൊതുജന സമക്ഷം ലജ്ജ കൂടാതെ നിൽക്കാൻ കരുത്തു പകർന്ന നാമം, അതാണ് യേശു എന്ന നാമം. പാസ്റ്റർ അനീഷ് വല്ലനയെ പോലെയുള്ള, പാസ്റ്റർ ഷാജി മാത്യുവിനെ പോലെയുള്ള അനുഗ്രഹീതരായ അഭിഷക്തന്മാർ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന നിലയിൽ തന്റെ ഇടത്തോടെ നട്ടല്ലു നിവർത്തി പൊതുജന സമക്ഷം നിൽക്കാൻ കരുത്തായ നാമം യേശു എന്ന നാമം. യാസ്, ഈ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. എന്തുകൊണ്ട് യേശുവിനെ ലോകം ശ്രദ്ധിക്കുന്നു? എന്തുകൊണ്ട് യേശുവിനെ ലോകം അംഗീകരിക്കുന്നു? എന്തുകൊണ്ട് ചരിത്രം യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും നവീകരണവാദികളും ആസ്തികവാദികളും ഒക്കെ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നത്?
മതങ്ങൾ എന്തുകൊണ്ട് യേശുവിനെ അന്വേഷിക്കുന്നു? ശാസ്ത്രം എന്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു ചോദിച്ചാൽ അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. യേശു കേവലം പ്രവാചകൻ, നല്ല മനുഷ്യൻ മാത്രമല്ല. യേശു കേവലം രോഗികളെ സൗഖ്യമാക്കിയ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, മാനുഷികമായ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയല്ല. അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. പിതാവായ ദൈവത്തിന്റെ അവനിയിലെ വെളിപ്പാടായ ക്രിസ്തു, പൂർവകാല നിത്യതയിൽ ദൈവമായിരുന്നവൻ, ക്രൈസ്റ്റ് ഇൻ ഇറ്റേണിറ്റി, നിത്യതയിലെ ക്രിസ്തു ചരിത്രത്തിൽ വെളിപ്പെട്ടു, ജഡത്തിൽ വെളിപ്പെട്ടു. അതിനാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഇൻ ഹിസ്റ്ററി, നിത്യതയിലെ ക്രിസ്തു ചരിത്രത്തിലെ ക്രിസ്തുവായി. പൂർവകാല നിത്യതയിൽ ദൈവമായിരുന്നവൻ ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ പാപമോചനത്തിനു വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ടു. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷം ശക്തമായി ശുശ്രൂഷ ചെയ്തു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം വിളംബരം ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി. ഒടുവിൽ യഹൂദന്മാർ അവനെ ക്രൂശിക്ക 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 എന്ന് നിലവിളിച്ചു പറയുമ്പോൾ പിലാത്തോസ് അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ക്രൂശീകരണാനന്തരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സന്നിഹിതനായിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ജയാളിയായ ക്രിസ്തു, സത്യദൈവം നിത്യജീവനുമായ ക്രിസ്തു താമസം വിന ആയാറിൽ പ്രത്യക്ഷനാകും. മധ്യാകാശത്തിൽ ഇറങ്ങി വരും. അന്ന് നമ്മുടെ തേജസ്കരണം സാധ്യമാകും. അന്ന് കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്ത, പട്ടിണിയില്ലാത്ത സ്വർഗീയ സിയോണിൽ നാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. ഈ അനുഗ്രഹിതമായ പ്രത്യാശയുടെ ഭാഗമായി നിന്നുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മെ ഏവരെയും പ്രാപ്തരാക്കട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചോദിച്ചാൽ മരണത്തെ ഭയമില്ലാത്ത ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അത് പെന്തക്കോസ്തുകാരാണ്. യേശുവിന്റെ രക്തത്താൽ മരണത്തെ പേടിയില്ല. കാര്യം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ശവക്കുഴിയിൽ പുഴുവരിച്ച് കിടക്കുന്നൊരു ഡെഡ് ബോഡിയല്ല. അവൻ മരണത്തെ ജയിച്ചവന്. യേശു ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. യേശു മരണത്തെ ജയിച്ചതുകൊണ്ട് നാമും മരണത്തെ ജയിക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? ആ അനുഗ്രഹീതമായ പ്രഖ്യാപനത്തിനു വേണ്ടി ആ മരണത്തെ ജയിക്കുന്നൊരു അഭിഷേകം, സാത്താന്യ വ്യവസ്ഥിതികളെ ആത്മമണ്ഡലത്തിൽ കീഴ്പ്പെടുത്തുന്ന അധികാരം നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ ആ അധികാരമുണ്ട്. യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താന്ന് ചോദിച്ചാൽ, യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ യേശുവിന് വേണ്ടി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, അല്ല കോടിക്കണക്കിന് ജനങ്ങൾ മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി എന്താണ് നമ്മൾ മരിക്കാൻ ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ കുഴിമാടം കൊണ്ട്, സെമിത്തേരി കൊണ്ട്, പട്ടട കൊണ്ട്, ശവക്കുഴി കൊണ്ട് ഒടുങ്ങുന്നൊരു പ്രത്യാശയല്ല നമുക്കുള്ളത്. കുഴിമാടങ്ങൾക്കപ്പുറം ഒരിക്കലും നശിക്കാത്ത ഒരു നിത്യജീവൻ, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. നമുക്ക് ആ പ്രത്യാശയുണ്ട്. ഭാവിയില്ലാത്ത ജീവിതം നയിക്കുന്നവരല്ല
നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്. അത് സ്വയത്തമാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ലൈവ് സന്ദേശം കേട്ട നിങ്ങൾക്ക് ഏവർക്കും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രത്യാശയുടെ ഭാഗമായി മാറാൻ ഇതുവരെ അവസരം ലഭിച്ചില്ലെങ്കിൽ അതിനുള്ള അവസരം കർത്താവ് നിങ്ങൾക്കിപ്പോൾ നൽകും. നിങ്ങളുടെ ഹൃദയം യേശുവിനായി സമർപ്പിക്കുക. യേശുവിനെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. യേശുവിനായി നിങ്ങളെ സമർപ്പിക്കുക. പ്രാണൻ നൽകി സ്നേഹിച്ചവനെ നമ്മുടെ പ്രാണൻ കൊടുത്ത് സേവിക്കാൻ, ജീവൻ നൽകിയവന് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. ഈ ലൈവ് സന്ദേശം ശ്രവിച്ച നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ ലൈവ് മെസ്സേജിന് വേണ്ടി ക്ഷണിച്ച കർത്തൃദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു.